Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷന്റെയും അല്ലെങ്കിൽ ഏതൊരു ഗെയിമിന്റെയും ക്ലിയർ ഡേറ്റ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തിനാണ് ആപ്ലിക്കേഷനുകളുടെ അല്ലെങ്കിൽ ഗെയിമുകളുടെ ക്ലിയർ ഡേറ്റ ചെയ്യുന്നത്? അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലിയർ ഡേറ്റ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ? ഇതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ ക്ലിയർ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചില ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് ഡേറ്റാസ് ഫയലുകൾ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വയ്ക്കും. നമ്മുടെ ഇൻഫർമേഷൻസിനും അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗെയിം ആയിരുന്നാലും ശരി, ആപ്ലിക്കേഷൻ ആയിരുന്നാലും ശരി, നമ്മുടെ ഫോണിൽ ഒരു സ്റ്റോറേജ് ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒരുപാടായി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാം. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ഫോണിൽ കിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആപ്ലിക്കേഷൻസുകൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ചില ഫോണുകളുടെ ചില ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോവുക, കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുന്നില്ല, ഗെയിം ആയിരുന്നു പ്രോപ്പറായിട്ട് വർക്കാവുന്നത്. അങ്ങനത്തെ കണ്ടീഷനിൽ, അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻസുകളുടെ ഡേറ്റ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം, ആ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്ന പ്രോബ്ലം പരിഹരിക്കാം. ഉദാഹരണമായിട്ട് വാട്സപ്പാണ്. നമുക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ, വാട്സപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാട്സപ്പ് ക്ലിയർ ഡേറ്റ ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു ആപ്ലിക്കേഷനും ഏതൊരു ഗെയിമും നമുക്ക് ഇതുപോലെ ക്ലിയർ ഡേറ്റ ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം ആപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് പരിഹരിക്കാം, സ്റ്റോറേജ് പ്രശ്നങ്ങൾ പരിഹരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്ലിയർ ഡേറ്റയിലുണ്ട്. പക്ഷേ ക്ലിയർ ഡേറ്റ ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രോബ്ലംസുണ്ട്. ഞാനത് ഈ ക്ലിയർ ഡേറ്റ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചതിന് ശേഷം ക്ലിയർ ഡേറ്റ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനുകൾ ക്ലിയർ ഡേറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ടും യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ഡേറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഫോണുകളിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് ഒരു ഐക്കണോ കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ അങ്ങനെ കാണത്തില്ല. എൻ്റെ ഈ ഒരു ഫോണിൽ അങ്ങനെയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ആപ്ലിക്കേഷൻസ് എന്നോ അല്ലെങ്കിൽ ആപ്സ് എന്നോ പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കണ്ട മാനേജ് ആപ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളുടെയും ലിസ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ഡേറ്റ ചെയ്യേണ്ടതാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് യൂട്യൂബിൻ്റെ ക്ലിയർ ഡേറ്റ ചെയ്യാനാണ്. അപ്പോൾ ഞാനിത് യൂട്യൂബ് സെർച്ച് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ യൂട്യൂബ്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 882 MB സൈസ് സ്റ്റോറേജ് ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ക്ലിയർ ഡേറ്റ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് വന്ന ശേഷം നിങ്ങൾക്ക് താഴെയായിട്ടും ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളത് ക്ലിയർ ക്യാഷ് ചെയ്ത ശേഷം രണ്ടാമത് വീണ്ടും ക്ലിയർ ഡേറ്റ ചെയ്ത് ക്ലിയർ ഓൾ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ എടുക്കാം. ക്ലിയർ ക്യാഷ് ചെയ്യണമെന്നില്ല, ക്ലിയർ ഡേറ്റ ചെയ്താലും മതി. വേണമെങ്കിൽ രണ്ടും ചെയ്യുന്നത് ബെറ്ററാണ്. ക്ലിയർ ഡേറ്റയും ക്ലിയർ ക്യാഷും ഒരുമിച്ച് ചെയ്യുന്നത് ബെറ്റർ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 223 MB സൈസായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫോണിലെ ഏതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് ഗെയിമിൻ്റെയും ക്ലിയർ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനുകളുടെ അല്ലെങ്കിൽ ഗെയിമുകളുടെ ക്ലിയർ ഡേറ്റ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ അല്ലെങ്കിൽ ഏത് ഗെയിമാണോ ക്ലിയർ ഡേറ്റ ചെയ്യുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയലുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അത് ക്ലിയർ ആവും, ഡിലീറ്റ് ആയി പോകും എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആയിരുന്നാലും ഏതൊരു ഗെയിം ആയിരുന്നാലും ശരി, നമ്മുടെ കുറച്ച് ഇൻഫർമേഷൻസുകൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസുകളെല്ലാം ഒരു ഡേറ്റ ഫയലുകളായിട്ട് അല്ലെങ്കിൽ ഒരു കാഷെ ഫയലുകളായിട്ട് നമ്മുടെ ഫോണിൽ ശേഖരിച്ച് വയ്ക്കും. അതും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കേഷനുകൾ, ഗെയിമുകൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സകലമായ ഡേറ്റാസുകളും നഷ്ടപ്പെട്ടു പോകും. അതും നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഗെയിമുകൾ, അതായത് നിങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ ചില ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അത്തരം ആപ്ലിക്കേഷൻസുകളുടെ ക്ലിയർ ഡേറ്റ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ വാട്സപ്പാണ് നിങ്ങൾ ക്ലിയർ ഡേറ്റ ചെയ്യുന്നത് എങ്കിൽ ആ വാട്സപ്പ് പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളോ ഗെയിമുകളോ ഒക്കെ നിങ്ങൾ ക്ലിയർ ഡേറ്റ ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലിയർ ഡേറ്റ ചെയ്യാവൂ.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.